ഞങ്ങളൊക്കെ മനുഷ്യരാണ്. മനുഷ്യരായിട്ട് ഇവിടെ ജീവിക്കുന്ന സമയത്ത് ചിലപ്പോൾ മുസ്ലിങ്ങൾ ഞങ്ങൾ ഹിന്ദുക്കളെ സഹായിക്കും, ഞങ്ങൾ ഹിന്ദുക്കൾ ചിലപ്പോൾ മുസ്ലിങ്ങളെ സഹായിക്കും, ചിലപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കും, അവർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഹിന്ദു സന്യാസിമാർക്ക് വേണ്ടി ഹിന്ദുക്കൾ എന്ത് ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഏറെ നിഷ്പക്ഷമതികളായ സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ സ്വാമിജിക്ക് ഇവിടുത്തെ ധാരാളം സുമനസ്സുകളായ മുസ്ലിം സഹോദരീ സഹോദരന്മാരായിട്ടുള്ള പ്രവാസികളും അല്ലാത്തവരും ഒക്കെ ഒരു വീട് വെക്കുന്നതിന് വേണ്ടി പൈസ അയച്ചു കൊടുത്തും ഒക്കെ സഹായിച്ചു. ഒരു വീട് അദ്ദേഹത്തിന് വെച്ച് അതിലേക്ക് എത്താൻ വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ മുസ്ലിം സഹോദരീ സഹോദരന്മാർ സഹായിച്ചിട്ടുണ്ട് സ്വാമിജിക്ക് വേണ്ടി. സ്വാമിജിയുടെ വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ ഏറെ സഹായകമായ ഒരു സമൂഹമാണ് ഇവിടുത്തെ ഒരുപറ്റം ഇസ്ലാമിക് വിശ്വാസികൾ എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കുറച്ചിടങ്ങളായിട്ട് പലരും പറയുന്നുണ്ട് സ്വാമിജി മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഹിന്ദുത്വവാദികളായിട്ടുള്ളവരെയും ക്രൈസ്തവരെയും മോശമാക്കി പറയുകയും മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്ന് ഞാനല്ല പറയുന്നത്. ഇനി നാളെ കമൻറ്റ് അങ്ങനെ വരരുത് ഞാൻ പറഞ്ഞത് എന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു. അതുകൊണ്ടാണ് സ്വാമിജിക്ക് വീട് വെച്ച് കൊടുത്തത് എന്ന് കുറച്ച് ആളുകൾ പറയുന്നുണ്ട്. ഇവിടെ എൻ്റെ വീഡിയോയുടെ താഴെയും കമൻറ്റ് വരാറുണ്ട്. നീയും മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തേച്ച് സംഘീ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ക്രൈസ്തവരെയും ചീത്ത വിളിച്ചോളൂ, അപ്പം നിനക്ക് ഒരു വീട് വെച്ച് തരും എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ എൻ്റെ അടുത്തും ഞാനും കാണാറുണ്ട് പലപ്പോഴും. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വീട് വെച്ച് തരേണ്ട കാര്യമില്ല സുഹൃത്തെ. എനിക്കൊരു വീടുണ്ട്, മനസ്സിലായോ? ഒരു വലിയ തറവാട്ടിലാണ് ജനിച്ചത് എൻ്റെ അച്ഛൻ, മനസ്സിലായി. അപ്പം അത് പോട്ടെ. പരാമർശം ക്രൈസ്തവരുടെ നിന്നും ഹിന്ദുക്കളിലെ ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ നിന്നും അത്തരത്തിലുള്ള ഒരു പരാമർശം വരുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ സംഘപരിവാർ പാളയത്തിൽ ഉള്ള ഹിന്ദുക്കളും ക്രൈസ്തവരും അവരാണ് ഇത് പറയുന്നത്, വേറെ ആരും പറയുന്നില്ല. അപ്പം ഇവരുടെ ഈ ചിന്ത കാരണം ഒരു ഹിന്ദു സന്യാസിക്ക്, ഒരു ഹിന്ദു നാമധാരിയായ സന്യാസിക്ക്, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൽ നിന്നും വന്ന ഒരു വ്യക്തി, അദ്ദേഹം വർഷങ്ങളോളം വാടക വീടുകളിൽ താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൽപ്പെട്ട ആളുകൾ, അതായത് ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്ന ആളുകൾ ഈ സമൂഹത്തിൽ, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഉണരണം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു സന്യാസിമാരെയും ഹിന്ദു സാമൂഹിക രംഗത്ത് മുമ്പിൽ നിൽക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെയും ഒരു കൊടിയുടെ കീഴിൽ അണിനിരക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, ഹിന്ദുക്കളെ ഉണർത്താൻ പരിശ്രമിക്കുന്ന ഈ വ്യക്തികള് ഈ സന്യാസി വര്യന്, അതായത് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥയ്ക്ക് ഒരു വീട് വെക്കാൻ സഹായിക്കുകയോ അല്ലെ നാളിതുവരെ ഒരു സഹായം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിവില്ല. ഉണ്ടെങ്കിൽ നമ്മളത് അറിയേണ്ടതാണ്. അപ്പം അവരാരും സഹായിക്കാൻ ഇല്ലാതിരിക്കെ നല്ല കുറേ മുസ്ലിം സഹോദരന്മാർ, കുറേ നല്ല മുസ്ലിം സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുയായികളായിട്ടുള്ള കുറച്ച് നല്ല മനുഷ്യർ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യർ, അവർ അദ്ദേഹത്തിനൊരു വീട് വെച്ച് നൽകിയ സമയത്ത്, അല്ലെ വീട് വെക്കാനായിട്ട് ഉള്ള സഹായങ്ങൾ നല്ല രീതിയിൽ സഹായിച്ചു, ഹെൽപ്പ് ചെയ്ത സമയത്ത്, ആ വീട് പൂർത്തീകരിച്ചു സമയത്ത് ആ വർഗീയതയുടെ കണ്ണാടി കൊണ്ട് നോക്കി നിങ്ങൾ വെച്ച് കൊടുത്തപ്പം
മുസ്ലിങ്ങൾ സഹായിച്ചപ്പം അത് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടും എന്താ പറയുന്നത് ഈ പറയുന്ന മറ്റ് ടീംസിനെ എതിർത്തത് കൊണ്ടുമാണ് അവരങ്ങനെ ചെയ്തത് എന്ന് പറയുന്ന ആ വർഗീയതയുടെ കണ്ണാടി കൊണ്ട് മാത്രം നോക്കിക്കാണാൻ സാധിക്കുന്ന എന്താ വർഗീയതയുടെ മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൾ കൊണ്ട് നോക്കുന്ന ഒരു സമൂഹം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രളയം വന്ന സമയത്ത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വീട് ഒരുപോലെ വെള്ളത്തിൽ പോയി. പക്ഷേ മുസ്ലിങ്ങളുടെ വീട് 4-ാം ദിവസം അവിടെ ഉയർന്നു. ഹിന്ദുക്കളുടെ വീട് മാസങ്ങളോളം അവിടെ അങ്ങനെ കിടക്കുകയാണ്. എന്തുകൊണ്ട് ഉയരുന്നു 4-ാം ദിവസം? അവരുടെ ഇടയിലെ യൂണിറ്റി, സാമൂഹികപരമായ, സാംസ്കാരികപരമായ, മതപരമായ, സാമ്പത്തികപരമായ ആ യൂണിറ്റി ഒത്തൊരുമ അത് ഹിന്ദു സമൂഹത്തിലില്ല. അതുകൊണ്ടാണ് ഹിന്ദുവിൻ്റെ വീട് വെള്ളപ്പൊക്കത്തിൽ വീണു പോയ വീടുകൾ മാസങ്ങളോളം അങ്ങനെ കിടക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ നായരാണ്, നീ ഈഴവനാണ്, മറ്റേതാണ് എന്ന് പറഞ്ഞ് ആളുകളെ സ്പ്ലിറ്റ് ചെയ്ത് ദിവസം എനിക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, അദ്ദേഹം പറയുന്നത് ജാതി RSS എപ്പോഴും സവർണ ഹിന്ദുത്വം കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നത്, ഞങ്ങൾ എവിടെയാണ് നീ സവർണ ഹിന്ദുത്വം കണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജാതീയതയും നിലനിൽക്കുന്ന കാലത്ത് RSS ഇന്ത്യയിലെ അല്ലെ ഭാരതത്തിൽ എവിടെയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RSS 1920കളിലാണ് RSS എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത്. 95 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ജാതീയത ഇല്ലേ? അതിനുശേഷമല്ലേ ഗുരുവായൂർ സത്യാഗ്രഹം പോലുള്ള ജാതി, ഇവിടുത്തെ ഉച്ചനീതത്വ, അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ആ സ്ട്രഗിള്, അത് സ്വാതന്ത്ര്യ സമരത്തോട് കൂടെയാണ് അത് മുമ്പോട്ട് പോകുന്നത്. അപ്പം RSS എന്ന് പറയുന്ന സംഘടന ഉണ്ടായതിനു ശേഷവും ജാതീയത നിലനിൽക്കുന്നുണ്ട് ഭാരതത്തിലെ അല്ലെ കേരളത്തിലെ. ഇന്നും ജാതീയത നിലനിൽക്കുന്നുണ്ട്. ഇന്നും ജാതീയത ഇല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ വാർത്ത കേട്ടല്ലോ, നോർത്ത് ഇന്ത്യയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അടിച്ചു വന്നതിനെ പറ്റിയും എന്താ പറയുക, വീട്ടിൽ കയറി രാത്രി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതിനെ പറ്റിയും ഒക്കെ നമ്മൾ വാർത്തകൾ കേൾക്കുന്നില്ലേ? ശബരിമലയിൽ എന്തുകൊണ്ടാണ് മലയാളി ബ്രാഹ്മണൻ അല്ലാത്ത ഒരാളെ പൂജിക്കാൻ കയറ്റാത്തത്? അതിനെതിരെ സംഘപരിവാരങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സംരക്ഷകർ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ തന്തയ്ക്ക് വിളിക്കുകയും നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ട് കാര്യമില്ല. ഉത്തരങ്ങളാണ് വേണ്ടത്. ചോദ്യത്തിന് ഉത്തരമാണ് വേണ്ടത്. അല്ലാതെ ചോദ്യത്തിന് തെറിവിളിയും എന്താ പറയുന്നത്, നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ വരികയും അല്ല ചെയ്യേണ്ടത്. അപ്പം ആളുകൾ കരുതുന്നത് നിങ്ങൾ തെറി വിളിക്കുന്നവരും ആളുകൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവരുടെ വായടപ്പിക്കുന്നവരുമാണ് ഞാൻ എന്തോ വിജ്ഞാനം വിളമ്പുന്ന ആളാണെന്നേ ആളുകൾക്ക് തോന്നത്തുള്ളൂ. ചോദ്യത്തിന് എപ്പോഴും മറുപടി വേണം. മനസ്സിലായോ? അപ്പം എന്തുകൊണ്ടാണ് ശബരിമല, ഗുരുവായൂർ, വൈക്കത്ത്, ഏറ്റുമാനൂര് മുതലായ ക്ഷേത്രങ്ങളിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട പൊലേനെയോ നായരെയോ ഒക്കെ പൂജിക്കാൻ ഒക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ ജാതീയത ഇല്ലേ? ഇവിടുത്തെ ബ്രാഹ്മണരുടെ പെമ്മക്കളെ ഏതെങ്കിലും പൊലേന് കെട്ടിച്ചു കൊടുക്കുവോ? അല്ലെ ബ്രാഹ്മണരുടെ ആമക്കളെ ഏതെങ്കിലും പൊലയ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊണ്ടുവരുമോ? അങ്ങനെയാണെങ്കിൽ ജാതീയത ഉണ്ടാവാൻ പാടില്ലല്ലോ. പിന്നെ RSS എവിടെയാണ് സവർണ ഹിന്ദുത്വം കണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, എൻ്റെ സഹോദര, RSS എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത് തന്നെ ഇവിടുത്തെ സവർണ ഉന്നത കുലജാതർ എന്ന് പറയുന്ന ചിത്പവൻ ബ്രാഹ്മൺസ് എന്ന് പറയുന്ന സമുദായത്തിൽ നിന്ന് വന്ന ആളുകളായിരുന്നു. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ അടക്കം വീര സവർക്കറും ഗോൾവൽക്കറും പരഞ്ചപ്പയും VS മൂഞ്ചിയും അടക്കമുള്ള വ്യക്തികൾ അവര് ഉണ്ടാക്കിയ സംഘടന സവർണ സംഘടനയല്ലേ? സവർണരുടെ സംഘടനയല്ലേ? അവിടെ ആരെങ്കിലും ദളിതരുണ്ടായിരുന്നോ? ഇപ്പം നമ്മുടെ അയ്യങ്കാളി ഉണ്ടാക്കിയ പൊലയ സമാജം അത് സാധാരണക്കാരൻ്റെ സംഘടനയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
പക്ഷേ അതുപോലെയാണോ ഈ ചിത്പവൻ ബ്രാഹ്മൺസ് എന്ന് പറയുന്ന പണ്ഡിത് രമാഭായി മുക്തി മിഷനിലെ അതായത് നമ്മുടെ ബന്ധുക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കിയത് അവരാണ്, പണ്ഡിത് രമാഭായിയുടെ. അവരൊക്കെ ചിത്പവൻ ബ്രാഹ്മൺസ് എന്ന് പറയുന്ന സമുദായത്തിൽ നിന്ന് വന്ന ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമുള്ള ജാതി ഹൈ ക്ലാസ്സുകാർ. അവരൊക്കെ ഉണ്ടാക്കിയ സംഘടനകൾ സവർണ സംഘടന എന്നല്ല അതിന് നമുക്ക് പേര് പറയാൻ നോക്കൂ. ഇന്ത്യ മഹാരാഷ്ട്രത്തിന്റെ ചരിത്രത്തില് നാളിതുവരെ ഇന്ത്യയുടെ RSSന്റെ സർസംഘചാലായിട്ട് ഒരു ദളിതൻ ഇരുന്നിട്ടുണ്ടോ? നാഗ്പൂരിൽ ഒരു ദളിതൻ ഇരുന്നിട്ടുണ്ടോ? പിന്നെ അദ്ദേഹം പറഞ്ഞത് ആയിട്ടുള്ള കാര്യം, ഹൈന്ദവ സമൂഹത്തെ ജാതീയത പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാൻ, വിഘടിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നാ പറഞ്ഞു. ഞാൻ ശ്രമിക്കുന്നു. ഹൈന്ദവ സമൂഹത്തിലെ ജാതീയത ഉണ്ടാക്കി വെച്ചത് ഞങ്ങളാണോ? കുഴിക്കാട്ട് പച്ച എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ അതിനു മുമ്പുള്ള ഗ്രന്ഥങ്ങളില് തന്ത്രസമുച്ചയം, അതിനു മുമ്പുള്ള ഗ്രന്ഥങ്ങളിൽ ഒരു പ്രത്യേക ജാതിയെ കുറിച്ച് മാറ്റി നിർത്തി പറയുന്നുണ്ട്. അതിനുശേഷം കുഴിക്കാട്ട് പച്ച പോലുള്ള ഗ്രന്ഥങ്ങളിൽ 10ാം പടലത്തിലെ യോനകന്മാരുടെ വെള്ളക്കാരുടെ വരവിനെ പറ്റിയും നായർ സമുദായത്തെ പറ്റിയും പറയുന്നുണ്ട്. അതിനുശേഷം കുഴിക്കാട്ട് പച്ചക്കകത്ത് ബാണൻ, പറയൻ, പൊലയൻ, വേട്ടുവൻ, വള്ളുവൻ, അരയൻ, ചെറുമൻ എന്നൊക്കെ പറഞ്ഞ് ജാതി എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ എഴുതുകയാണ് അതിനകത്ത്. അത് എഴുതുന്ന സമയത്ത് ആ ജാതി ഉണ്ടാക്കിയത് ഞാനാണോ? കേരളോൽപ്പത്തി എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ബ്രാഹ്മണരുടെ ഇടയിൽ തന്നെ അനവധി ജാതി, ക്ഷത്രിയരുടെ ഇടയിൽ തന്നെ അനവധി ജാതി, വൈശ്യരുടെ ഇടയിൽ തന്നെ അനവധി ജാതികള് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ചെറുമരെ കുറിച്ച് പറഞ്ഞു വരുമ്പം ചെറുമര് പായുണ്ടാക്കാൻ നായാടി നടക്കുക എന്ന് പറഞ്ഞ് അവരുടെ തൊഴിലിനെ പറ്റി പറയുന്നുണ്ട്, വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ജാതി ഉണ്ടാക്കിയത് ഞാനാണ്, ഈ ജാതി ഉണ്ടാക്കിയ ഞാൻ. അവർക്ക് ഈ തന്ത്രി കുടുംബത്തിന് തന്ത്രവും എന്താ പറയുക 4ആയിട്ട് വിഭജിച്ചു കൊടുത്തു എന്ന് പറയുന്ന കേരളോൽപ്പത്തി എന്ന് പറയുന്ന ഗ്രന്ഥം, ഇവിടുത്തെ നമ്പൂതിരി ബ്രാഹ്മണര് കൊണ്ടു നടക്കുന്ന കേരളോൽപ്പത്തി എന്ന് പറയുന്ന ഗ്രന്ഥം, അതിനകത്ത് ജാതീയത ഉണ്ടാക്കിയത് ഞാനാണോ? അല്ലല്ലോ. അപ്പം പറയുമ്പം മൊത്തം പറയണം. അപ്പം ആ മനുഷ്യന് ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളായ നല്ല മനുഷ്യർ, വിദേശ മലയാളികൾ, അതായത് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന കുറേ നല്ല മനുഷ്യർ, അവർ എന്തെങ്കിലും ഒരു സഹായം ചെയ്ത സമയത്ത് ഇവർക്ക് സഹായം ചെയ്യാൻ വയ്യെങ്കിൽ ഇവർ മിണ്ടാതിരിക്കണം. പക്ഷെ ആ മുസ്ലിങ്ങൾ അയാൾക്കൊരു ഹിന്ദു സന്യാസിക്ക് ഒരു സഹായം ചെയ്ത സമയത്ത് എന്താ പറയുന്നത്, അതിനെ ദുർവ്യാഖ്യാനിച്ച് വർഗീയതയുടെ കണ്ണാടി കൊണ്ട് മാത്രം നോക്കിക്കാണാൻ സാധിക്കുന്ന ആ വർഗീയത നിങ്ങൾക്ക് മാത്രം സ്വന്തമാണ്. ഹിന്ദു സന്യാസിമാർക്ക് വേണ്ടി ഹിന്ദുക്കൾ എന്ത് ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഇവിടുത്തെ ഹിന്ദു സംരക്ഷകരെന്ന് പറയുന്ന ആളുകളാണ്. ഹിന്ദു സന്യാസിമാർക്ക് വേണ്ടി ഹിന്ദുക്കൾ എന്ത് ചെയ്തു, അല്ലെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്. അപ്പം അതുപോലെ തന്നെ കുറെ ക്രൈസ്തവർ, അവരുടെ പുരോഹിതന്മാരും അവരുടെ അച്ഛന്മാരും എല്ലാം പണിയെടുക്കാതെ ജീവിക്കുന്നതും ഒന്നും കുഴപ്പമില്ല. അച്ഛനാവുക എന്ന് പറയുന്നത് തന്നെ പണിയെടുക്കാതെ ജീവിക്കുക എന്നുള്ള ഒരു സ്റ്റൈലിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം അവരൊന്നും അങ്ങനൊന്നും ജീവിക്കുന്നത് 100 കോടി മുഖ്യ കർദിനാളും അതുപോലെ തന്നെ കോടികളുടെ കള്ളപ്പണം പൂഴ്ത്തി വെച്ച നമ്മുടെ ബിലീവേഴ്സിലെ യോഹന്നാനും അതുപോലെ തന്നെ പാവങ്ങളുടെ ആധാരം പണയപ്പെടുത്തിയതിന് കുട്ടനാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ലോഹ ഇട്ടുകൊണ്ടിരിക്കേണ്ടി വന്ന ഗതികേടുണ്ടായ ഈ പുരോഹിത വർഗവും ഈ മാളികകൾ കെട്ടിക്കിട്ടോണ്ട് എന്താ പറയുക തട്ടുവിളപ്പൻ വസ്ത്രത്തിൽ നടക്കുന്ന ഈ പുരോഹിതന്മാരും അതൊന്നും കാണുന്നില്ല. അവർക്കൊന്നും എതിരെ ഒന്നും പറയണ്ട. ഇവിടെ ഒരു സന്യാസിക്ക് മുസ്ലിം സമൂഹം ഒരു വീട് വെച്ച് കൊടുത്തു, അല്ലെ ഒരു സഹായം ചെയ്തു, അപ്പം അതിനെ എതിർക്കണം. അത് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് സഹായം ചെയ്യും, ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് സഹായം ചെയ്യും. അതിവിടുത്തെ മതേതരത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങളൊക്കെ മനുഷ്യരായിട്ട് ഇവിടെ ജീവിക്കുന്ന സമയത്ത് ചിലപ്പോൾ മുസ്ലിങ്ങൾ ഞങ്ങൾ ഹിന്ദുക്കളെ സഹായിക്കും, ഞങ്ങൾ ഹിന്ദുക്കൾ ചിലപ്പോൾ മുസ്ലിങ്ങളെ സഹായിക്കും, ചിലപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കും, അവർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. അതൊക്കെ ഇവിടുത്തെ മതേതരത്വമാണ്. അതിനൊന്നും വർഗീയതയുടെ കണ്ണാടി കൊണ്ട് നോക്കിയോണ്ടോ അല്ലെങ്കിൽ അങ്ങനൊന്നും അത്തരത്തിൽ നോക്കിയോണ്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ഇവിടുത്തെ സമൂഹത്തിലെ എന്താ പറയുക സഹിഷ്ണുത ഇല്ലാതാക്കി അസഹിഷ്ണുതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാ മുസ്ലിം സുഹൃത്തുക്കൾക്കും, സ്വാമിജിയെ സഹായിച്ച എല്ലാ മുസ്ലിം സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.